ശ്രീസ് ലേണിംഗിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സാണ്. ഇനി വരുന്ന എല്ലാ എക്സാമുകൾക്കും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് പഹൽഗാം ഭീകരാക്രമണം. പഹൽഗാം ഭീകരാക്രമണവും അതുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ സിന്ദൂറുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, പഹൽഗാം ഭീകരാക്രമണം നടന്നത് ഏത് തീയതിയിലാണ്? 2025 ഏപ്രിൽ 22-നാണ്. അപ്പോൾ പഹൽഗാം ഭീകരാക്രമണം നടന്നത് ഏത് തീയതിയിലാണ്? 2025 ഏപ്രിൽ 22-നാണ് പഹൽഗാം ഭീകരാക്രമണം നടന്നത്. ആക്രമണത്തിൽ 27 പേരാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിൽ എത്ര പേർ കൊല്ലപ്പെട്ടു? 27 പേരാണ്. ആക്രമണത്തിന് പിന്നിൽ ഏത് സംഘടനയാണെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്? ലഷ്കർ ഇ തോയ്ബ. അപ്പോൾ ആക്രമണത്തിന് പിന്നിൽ ഏത് സംഘടനയാണെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്? ലഷ്കർ ഇ തോയ്ബയാണ്. NIA അന്വേഷണത്തിൽ ലഷ്കർ ഇ തോയ്ബയും ISIയും പങ്കാളികളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ലഷ്കർ ഇ തോയ്ബയോടൊപ്പം ISIയും പങ്കാളിയാണെന്ന് NIA കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ പഹൽഗാം ഭീകരാക്രമണം 2025 ഏപ്രിൽ 22-നാണ്. ആക്രമണത്തിൽ 27 പേർ കൊല്ലപ്പെട്ടു. ലഷ്കർ ഇ തോയ്ബയാണ് ആക്രമണത്തിൽ പിന്നിലെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ NIA അന്വേഷണത്തിൽ ലഷ്കർ ഇ തോയ്ബയോടൊപ്പം ISIയും പങ്കാളികളാണെന്ന് കണ്ടെത്തി. ആക്രമണത്തിൽ പ്രധാനമായി ലക്ഷ്യമാക്കിയത് ആരെയായിരുന്നു? വിനോദസഞ്ചാരികളെയാണ് പ്രധാനമായിട്ടും ലക്ഷ്യമാക്കിയത്. ഈ ആക്രമണം നടന്നത് പഹൽഗാമിലെ ബൈസാരൻ പുൽമേട്ടിലാണ്. അപ്പോൾ എവിടെയാണ് നടന്നത്? പഹൽഗാമിലെ ബൈസാരൻ പുൽമേട്ടിലാണ് ഈ ആക്രമണം നടന്നത്. ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സ്വീകരിച്ച പ്രധാന നടപടി ഏതാണ്? സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചു. അപ്പോൾ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സ്വീകരിച്ച പ്രധാന നടപടി ഏതാണ്? സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചു. 2025 പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയുടെ ഏത് ഏജൻസിയാണ് അന്വേഷണം നടത്തിയത്? NIA ആണ്. NIA ആണ് 2025 പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയുടെ NIA ആണ് അന്വേഷണം നടത്തിയത്. അപ്പോൾ പഹൽഗാം ഭീകരാക്രമണം എന്നാണ് നടന്നത്? 2025 ഏപ്രിൽ 22. ആക്രമണത്തിൽ എത്ര പേർ കൊല്ലപ്പെട്ടു? 27. ആക്രമണത്തിന് പിന്നിൽ ഏത് സംഘടനയാണെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്? ലഷ്കർ ഇ തോയ്ബയാണ്. ആക്രമണത്തിൽ പ്രധാനമായി ലക്ഷ്യമാക്കിയത് ആരെയായിരുന്നു? വിനോദസഞ്ചാരികളെയാണ്. പഹൽഗാമിലെ ബൈസാരൻ പുൽമേട്ടിലാണ് വിനോദസഞ്ചാരികൾ ആക്രമിക്കപ്പെട്ടത്. ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സ്വീകരിച്ച പ്രധാന നടപടി ഏതാണ്? സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചു. 2025 പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയുടെ ഏത് ഏജൻസിയാണ് അന്വേഷണം നടത്തിയത്? NIA ആണ്. ഇനി നമുക്ക് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് നോക്കാം. ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത് ഏത് ദിവസമാണ്? 2025 മെയ് 7-നാണ് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. പഹൽഗാം ആക്രമണത്തിന് 15 ദിവസം കഴിഞ്ഞാണ് ഇന്ത്യ സൈനിക പ്രതികാരം ആരംഭിച്ചത്. അപ്പോൾ പഹൽഗാം ആക്രമണത്തിന് 15 ദിവസം കഴിഞ്ഞിട്ടാണ് ഇന്ത്യ സൈനിക പ്രതികാരം ആരംഭിച്ചത് 2025 മെയ് 7-ന്. ഇന്ത്യ എത്ര ഭീകര കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിട്ടത്? 9 ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത്. പാകിസ്ഥാനും പാക് അധീന കാശ്മീരിലുമുള്ള 9 കേന്ദ്രങ്ങളാണ് ഇന്ത്യ ആക്രമിച്ചത്. ആക്രമണത്തിൽ ഇന്ത്യ ഉപയോഗിച്ച ആയുധമാണ് മിസൈൽ. ആക്രമണത്തിൽ ഇന്ത്യ ഉപയോഗിച്ച ആയുധം ഏതാണ്? മിസൈലാണ്. ബ്രഹ്മോസ് മിസൈലുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചു. വ്യോമസേനയും കരസേനയും സംയുക്തമായിട്ടാണ് ആക്രമണം നടത്തിയത്. പാകിസ്ഥാന്റെ പ്രധാന എയർബേസിൽ ഉണ്ടായ നാശനഷ്ടമാണ് മസൂർ എയർബേസിലാണ് നാശനഷ്ടം ഉണ്ടായത്. പാകിസ്ഥാന്റെ പ്രധാന വ്യോമത്താവളങ്ങളിൽ ഒന്നാണ് മസൂർ എയർബേസ്. അപ്പോൾ പാകിസ്ഥാന്റെ പ്രധാന വ്യോമത്താവളങ്ങളിൽ ഒന്നാണ് മസൂർ എയർബേസ്. ഇവിടെയാണ് നാശനഷ്ടം ഉണ്ടായത്. ഇന്ത്യയുടെ ആക്രമണത്തിൽ ഉപയോഗിച്ച നാവിഗേഷൻ സംവിധാനം ഏതാണ്? ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഏതാണ്? ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ആണ് ഇന്ത്യയുടെ ആക്രമണത്തിൽ ഉപയോഗിച്ച നാവിഗേഷൻ സംവിധാനം.
പാകിസ്ഥാന്റെ പ്രതികാര നടപടിയുടെ പേരെന്താണ്? ഓപ്പറേഷൻ ബുനിയാൻ അൽ മർസൂസ്. ഓപ്പറേഷൻ ബുനിയാൻ അൽ മർസൂസ് എന്നാണ് പാകിസ്ഥാന്റെ പ്രതികാര നടപടിയുടെ പേര്. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ ഏത് നയവുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്? ആത്മനിർഭർ ഭാരത്. എന്താണ്? ആത്മനിർഭർ ഭാരത്. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ ഏത് നയവുമായി ബന്ധപ്പെടുത്തി? ആത്മനിർഭർ ഭാരത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതാ സൈനികർ ആരൊക്കെയാണ്? കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതാ സൈനികരാണ് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡറായ വ്യോമിക സിംഗും. കേണൽ സോഫിയ ഖുറേഷിയുടെ സൈനിക നേട്ടമാണ് ബഹുരാഷ്ട്ര സൈനികാഭ്യാസത്തിൽ ഇന്ത്യൻ സംഘത്തെ നയിച്ച ആദ്യ വനിത. ബഹുരാഷ്ട്ര സൈനികാഭ്യാസത്തിൽ ഇന്ത്യൻ സംഘത്തെ നയിച്ച ആദ്യത്തെ വനിത ആരാണ്? കേണൽ സോഫിയ ഖുറേഷി. കേണൽ സോഫിയ ഖുറേഷി. അപ്പോൾ ബഹുരാഷ്ട്ര സൈനികാഭ്യാസത്തിൽ ഇന്ത്യൻ സംഘത്തെ നയിച്ച ആദ്യത്തെ വനിതയാണ് ആര്? കേണൽ സോഫിയ ഖുറേഷി. വ്യോമിക സിംഗ് ഏത് വിഭാഗത്തിലാണ് സേവനം അനുഷ്ഠിക്കുന്നത്? ഇന്ത്യൻ വ്യോമസേന. വ്യോമിക സിംഗ് ഏത് വിഭാഗത്തിലാണ് സേവനം അനുഷ്ഠിക്കുന്നത്? ഇന്ത്യൻ വ്യോമസേന. അപ്പോൾ ഹെലികോപ്റ്റർ പൈലറ്റ് ആയിട്ടാണ് ആര് സേവനം അനുഷ്ഠിക്കുന്നത്? വ്യോമിക സിംഗ്. ആരാണ്? വ്യോമിക സിംഗ്. ഓപ്പറേഷൻ സിന്ദൂറിൽ സൈനിക നീക്കം വിശദീകരിച്ച വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിശ്രി. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൽ സൈനിക നീക്കത്തെ കുറിച്ച് വിശദീകരിച്ച വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിശ്രി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലോഗോ രൂപകൽപ്പന ചെയ്ത സൈനിക വിഭാഗം ഏതാണ്? ഇന്ത്യൻ ആർമിയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലോഗോ രൂപകൽപ്പന ചെയ്ത സൈനിക വിഭാഗം ഏതാണ്? ഇന്ത്യൻ ആർമി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി റഫാൽ ജെറ്റുകൾ ഉപയോഗിച്ച സേന ഇന്ത്യൻ വ്യോമസേനയാണ്. റഫാൽ ജെറ്റുകൾ ഉപയോഗിച്ചത്. സ്കാൽപ് മിസൈലുകൾ ഉപയോഗിച്ചാണ് കൃത്യമായ ആക്രമണം നടത്തിയത്. അപ്പോൾ റഫാൽ ജെറ്റുകൾ ഉപയോഗിച്ചത് ഇന്ത്യൻ വ്യോമസേനയാണ്. സ്കാൽപ് മിസൈലുകൾ ഉപയോഗിച്ചാണ് കൃത്യമായ ആക്രമണം നടത്തിയത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ വ്യോമസേനയുടെ മേധാവി ആരായിരുന്നു? എയർ ചീഫ് മാർഷൽ VR ചൗധരിയാണ്. ആരാണ്? എയർ ചീഫ് മാർഷൽ VR ചൗധരിയാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇന്ത്യൻ വ്യോമസേന മേധാവി. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ വ്യോമസേന മേധാവി ആരാണ്? എയർ ചീഫ് മാർഷൽ VR ചൗധരി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സൈനിക നീക്കത്തിൽ നേതൃത്വം നൽകിയ ഇന്ത്യൻ കരസേനാ മേധാവിയാണ് ജനറൽ മനോജ് പാണ്ഡെ. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സൈനിക നീക്കത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ കരസേനാ മേധാവി ആരാണ്? ജനറൽ മനോജ് പാണ്ഡെ. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ നാവികസേനയുടെ മേധാവി ആരായിരുന്നു? അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി. ആരാണ്? അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിലെ ഇന്ത്യൻ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ VR ചൗധരി, ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ, ഇന്ത്യൻ നാവികസേനയുടെ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി എന്നിവരാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഉണ്ടായിരുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സൈനിക നീക്കത്തിൽ റഫാൽ ജെറ്റുകൾ ഉപയോഗിച്ച സേന ഏതാണ്? ഇന്ത്യൻ വ്യോമസേന. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സൈനിക നീക്കത്തിൽ പങ്കെടുത്ത വനിതാ സൈനികർക്ക് ഏത് പുരസ്കാരമാണ് ലഭിച്ചത്? ശൗര്യ ചക്ര. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സൈനിക നീക്കത്തിൽ പങ്കെടുത്ത വനിതാ സൈനികർക്ക് ഏത് പുരസ്കാരമാണ് ലഭിച്ചത്? ശൗര്യ ചക്ര പുരസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സൈനിക നീക്കത്തിൽ പങ്കെടുത്ത സൈനിക വിഭാഗത്തിന്റെ പ്രധാന തന്ത്രം ഏതായിരുന്നു? കൃത്യമായ ആക്രമണങ്ങളായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സൈനിക നീക്കത്തിൽ പങ്കെടുത്ത സൈനിക വിഭാഗത്തിന്റെ പ്രധാന തന്ത്രമാണ് കൃത്യമായ ആക്രമണങ്ങൾ. റഫാൽ യുദ്ധവിമാനങ്ങളിൽ നിന്നുള്ള സ്കാൽപ് മിസൈലുകളും ഹാമർ മിസൈലുകളും ഉപയോഗിച്ച് പാകിസ്ഥാനും പാക് അധീന കാശ്മീരിലുമുള്ള 9 ഭീകര കേന്ദ്രങ്ങളാണ് തകർത്തത്. അപ്പോൾ കൃത്യമായ ആക്രമണം ഉപയോഗിച്ച് റഫാൽ യുദ്ധവിമാനങ്ങളിൽ നിന്നുള്ള സ്കാൽപ് മിസൈലുകളും ഹാമർ മിസൈലുകളും ഉപയോഗിച്ചാണ്
പാകിസ്ഥാനും പാക് അധീന കാശ്മീരിലുമുള്ള 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തത്? അപ്പോൾ ഈ പഠിച്ച കാര്യങ്ങൾ ഇത്രയും നമുക്കൊന്ന് നോക്കാം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സൈനിക നീക്കത്തിൽ പങ്കെടുത്ത സൈനിക വിഭാഗത്തിന്റെ പ്രധാന തന്ത്രം ഏതാണ്? കൃത്യമായ ആക്രമണങ്ങളാണ്. റഫാൽ യുദ്ധവിമാനമാണ് ഉപയോഗിച്ചത്. ഇതിൽ നിന്നും സ്കാൽപ് മിസൈലുകളും ഹാമർ മിസൈലുകളും ഉപയോഗിച്ചിട്ടാണ് പാകിസ്ഥാനും പാക് അധിനിവേശ കാശ്മീരിലുമുള്ള 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തത്. ഓപ്പറേഷൻ സിന്ദൂറിൽ സൈനിക നീക്കം വിശദീകരിച്ച വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിശ്രി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലോഗോ രൂപകൽപ്പന ചെയ്ത സൈനിക വിഭാഗം ഏതാണ്? ഇന്ത്യൻ ആർമി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി റഫാൽ ജെറ്റുകൾ ഉപയോഗിച്ച സേന ഏതാണ്? ഇന്ത്യൻ വ്യോമസേന. സ്കാൽപ് മിസൈലുകൾ ഉപയോഗിച്ച് കൃത്യമായ ആക്രമണം നടത്തി. കേണൽ സോഫിയ ഖുറേഷി ബഹുരാഷ്ട്ര സൈനിക അഭ്യാസത്തിൽ ഇന്ത്യൻ സംഘത്തെ നയിച്ച ആദ്യത്തെ വനിതയാണ്. വ്യോമിക സിംഗ് ഹെലികോപ്റ്റർ പൈലറ്റായി സേവനമനുഷ്ഠിക്കുന്നു. വ്യോമിക സിംഗ് ഏത് വിഭാഗത്തിലാണ് സേവനമനുഷ്ഠിക്കുന്നത്? ഇന്ത്യൻ വ്യോമസേന വിഭാഗത്തിൽ. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ ഏത് നയവുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്? ആത്മനിർഭർ ഭാരത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതാ സൈനികർ ആരൊക്കെയാണ്? കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡറായ വ്യോമിക സിംഗും. പാകിസ്ഥാന്റെ പ്രധാന എയർബേസിലുണ്ടായ നാശനഷ്ടമാണ് മസൂർ എയർബേസ് ആണ് നാശനഷ്ടം ഉണ്ടായത്. പാകിസ്ഥാന്റെ പ്രധാന വ്യോമത്താവളങ്ങളിൽ ഒന്നാണ് മസൂർ എയർബേസ്. ഇന്ത്യയുടെ ആക്രമണത്തിന് ഉപയോഗിച്ച നാവിഗേഷൻ സംവിധാനം ഏതാണ്? ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റമാണ്. പാകിസ്ഥാന്റെ പ്രതികാര നടപടിയുടെ പേരെന്താണ്? ഓപ്പറേഷൻ ബുനിയാൻ അൽ മർസൂസ്. ഇന്ത്യ എത്ര ഭീകര കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിട്ടത്? 9. ആക്രമണത്തിൽ ഇന്ത്യ ഉപയോഗിച്ച ആയുധം ഏതാണ്? മിസൈലാണ്. ബ്രഹ്മോസ് മിസൈൽ ഉൾപ്പെടെ ഉപയോഗിച്ചു. വ്യോമസേനയും കരസേനയും സംയുക്തമായിട്ട് ആക്രമണം നടത്തി. 2025 പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയുടെ ഏത് ഏജൻസിയാണ് അന്വേഷണം നടത്തിയത്? NIA ആണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് ആരംഭിച്ചത്. 2025 മെയ് 7 പഹൽഗാം ആക്രമണത്തിന് 15 ദിവസം കഴിഞ്ഞിട്ടാണ് ഇന്ത്യ സൈനിക പ്രതികാരം ആരംഭിച്ചത്. ആക്രമണത്തിൽ ലക്ഷ്യമിട്ടത് ആരെയായിരുന്നു? വിനോദസഞ്ചാരികളെയാണ് പ്രധാനമായും ലക്ഷ്യമാക്കിയത്. എവിടെ വെച്ചാണ് ആക്രമിക്കപ്പെട്ടത്? പഹൽഗാമിലെ ബൈസാരൻ പുൽമേട്ടിലാണ്. ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സ്വീകരിച്ച പ്രധാന നടപടി ഏതാണ്? സിന്ധു നദീജല കരാറ് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചു. പഹൽഗാം ഭീകരാക്രമണം നടന്നതെന്നാണ്? 2025 ഏപ്രിൽ 22 ആക്രമണത്തിൽ എത്ര പേരാണ് കൊല്ലപ്പെട്ടത്? 27 പേരാണ്. ആക്രമണത്തിന് പിന്നിൽ ഏത് സംഘടനയാണെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്? ലഷ്കർ-ഇ-തോയ്ബ. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.